My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. Today we are going to meditate Psalm chapter 3 verse 5. മൂന്നാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. It says, I lay down and slept. I woke again, for the Lord sustained me. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുവിരിക്കുന്നുവെന്നാണ് ആ വാക്യം പറയുന്നത്. What a hope we have in God through this verse. ഈ വാക്യത്തിലൂടെ കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ വലിയതാണ്. I lay down and slept. I woke again, for the Lord sustained me. ഞാൻ കിടന്നുറങ്ങി, ഞാൻ എഴുന്നേറ്റത് കർത്താവ് എന്നെ താങ്ങുക കൊണ്ടാണ്. Many people go to sleep without peace. അനേകരും സമാധാനമറ്റവരായാണ് ഉറങ്ങുവാൻ പോകുന്നത്. They are troubled with so many worries and cares of this world. അവർ ഈ ലോകത്തിന്റെ പല ആകുലതകളാൽ വലയുകയാണ്. But my friends, what you have to do at that time? പ്രിയരെ, എന്നാൽ നിങ്ങൾ എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത്? Let me tell you from my own experience. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. From the experience of my husband. എന്റെ ഭർത്താവിന്റെ അനുഭവങ്ങളിൽ നിന്ന്. In the ministry we had to go through many troubles. ശുശ്രൂഷയിൽ അനേക കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. What we used to do? ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നുവെന്നാൽ we kneel down immediately, even though it is 11 o'clock or 2 o'clock or 3 o'clock in the night. രാത്രി 11 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കും. When we are troubled in our heart, we should not go to bed. We should not try to sleep. ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് നാം ഒരിക്കലും ഉറങ്ങുന്നതിന് പോകരുത്. But kneel down. പ്രത്യുത പ്രാർത്ഥിക്കുക. This is the thing you have to do. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Kneel down. പ്രാർത്ഥിക്കുക. And cry unto the Lord. കർത്താവിനോട് നിലവിളിക്കുക. The Lord will answer all your worries at any time. ഏത് സമയത്തും നിങ്ങളുടെ ആകുലതകൾക്ക് കർത്താവ് മറുപടി തരും. Night or day or middle of the night, any time he is available. പകലും രാത്രിയും പാതിരാത്രിയും അവിടുന്ന് നിങ്ങൾക്കായി ഉണ്ടാവും. That is the greatness of God. അതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠത. When you cry unto him, what will do? അവിടുത്തോട് കരയുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? The Lord shall sustain you. ദൈവം നിങ്ങളെ താങ്ങി നടത്തും. Read this promise again and again. ഈ വാഗ്ദത്തം വീണ്ടും വീണ്ടും വായിക്കുക. And Psalm 18:35-63:8 says, your right hand has held me up. സങ്കീർത്തനം 18:35, സങ്കീർത്തനം 63:8 എന്നീ വാക്യങ്ങൾ നിന്റെ വലം കൈ എന്നെ താങ്ങി എന്ന് പറയുന്നു. The psalmist believed the right hand of the Lord will be holding you at all times. സകല നേരത്തും ദൈവത്തിന്റെ വലങ്കരം തന്നെ താങ്ങുമെന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുകയാണ്. When you cry unto the Lord at the middle of the night, he'll hear your cry, my friends. നടുരാത്രികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. Psalm 145:14 says, the Lord upholds all who fall. സങ്കീർത്തനം 145:14 പറയുന്നത് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നുവെന്നാണ്. But what you have to do? പക്ഷെ നാം എന്ത് ചെയ്യണം? According to Psalm 91:1, you should dwell in the secret place of the Most High. സങ്കീർത്തനം 91:1 വാക്യം പറയുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ നിങ്ങൾ വസിക്കണം. Then you shall abide under the shadow of the Almighty. അപ്പോൾ സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിങ്ങൾ പാർക്കും. He will sustain you. അവിടുന്ന് നിങ്ങളെ താങ്ങും. He will deliver you. അവിടുന്ന് വിടുവിക്കും. He will give you peace. സമാധാനം തരും. Then you can go to bed peacefully. അപ്പോൾ സമാധാനമായി കിടന്നുറങ്ങാം. That's what we have experienced in our life. ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവം അതായിരുന്നു. Are you troubled in your heart? നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്നവരാണോ? Are you not able to sleep freely during the night time? രാത്രിയിൽ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനാവുന്നില്ലേ? Cling on to him. അവിടുത്തോട് പറ്റിച്ചേരുക. Cling on to him. അവിടുത്തോട് പറ്റിച്ചേരുക. Tightly. മുറുകെ പറ്റിച്ചേരുക. And the Lord will do miracle in your life and he will give you peace. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം തരും. Now let us pray to receive this God-given peace. ഈ ദൈവിക സമാധാനം പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കാം. Our precious heavenly Father. വിലയേറപ്പെട്ട സ്വർഗീയ പിതാവേ, What a great God you are. അവിടുന്ന് എത്ര ശ്രേഷ്ഠനാണ്. Hallelujah. ഹല്ലേലൂയ. Father, take control of the lives of all your children who are crying. പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തിന്റെ ജീവിതത്തിന്മേൽ നിയന്ത്രണം ഏറ്റെടുക്കണമേ. Unable to go through their misery in their lives. ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല. Take away all the problems in their lives, oh Father. അവരുടെ ജീവിത സമസ്യകളെ മാറ്റണമേ. You will sustain your children. നിന്റെ ജനത്തെ അവിടുന്ന് താങ്ങുമല്ലോ. According to that promise, sustain your children. വാഗ്ദത്ത പ്രകാരം അവരെ താങ്ങണമേ.
Fill them with your peace. സമാധാനത്താൽ നിറയ്ക്കണമേ. Guide them, Lord. വഴികാട്ടണമേ. Let them go to the right place. ശരിയായ വഴിയിൽ നടക്കുവാനും Do the right thing. ശരിയായത് ചെയ്യാനും And receive all your blessings. അനുഗ്രഹം പ്രാപിക്കുവാനും More than everything, let them be filled with the peace that passeth all understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം പ്രാപിക്കുവാനും ഇടയാക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.